നിലയ്ക്കാത്ത വെടിയൊച്ചകൾക്കിടയിൽ അകലെ എവിടെ നിന്നോ സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നുണ്ട്. 2 വർഷം നീണ്ടുനിന്ന നിലവിളികൾക്ക്, ചോര കട്ടപിടിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കൊടും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. ആ യാതന അനുഭവിച്ചവരാണ് ഗാസ ജനത. സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് വരുന്നത്. ഗാസ സമാധാന ചർച്ചയുടെ 1ാം ഘട്ടം പരിപൂർണ വിജയം. ഗാസയുടെ ആകാശത്തെ തീമഴ തോർന്നു. വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഘട്ടം പ്രാബല്യത്തിലായിരിക്കുന്നു. ഹമാസും ഇസ്രയേലും സമാധാന കരാർ അംഗീകരിച്ചു. മന്ത്രിസഭായോഗം ചേർന്നാണ് ഇസ്രയേൽ കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇസ്രയേലി ബന്ദികളെ തിങ്കളാഴ്ചയോടെ മോചിപ്പിക്കുമെന്നാണ് ധാരണ. 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നാണ് വിവരം. അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഈജിപ്തിലെ കെയ്റോയിൽ ഇസ്രയേലി പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും US ഖത്തർ മധ്യസ്ഥർക്കൊപ്പം ഇരുന്ന് ധാരണയിൽ എത്തുകയായിരുന്നു. ആദ്യഘട്ട ധാരണ പ്രകാരം ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലുകാരെയും ഇസ്രയേലിലുള്ള പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റഫ, വടക്കൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറണം. മോചിപ്പിക്കേണ്ട ബന്ദികളുടെയും തടവുകാരുടെയും പട്ടിക കഴിഞ്ഞ ദിവസം ഇരുവിഭാഗവും കൈമാറിയിരുന്നു. ഗാസയിലെ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട 1700 പലസ്തീൻകാർക്കു പുറമെ ദീർഘകാല തടവ് അനുഭവിക്കുന്ന 250 പേരെയും വിട്ടയക്കണമെന്നുള്ള ഹമാസ് ആവശ്യവും അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇസ്രയേലിലും പലസ്തീനിലും എങ്ങും ആഹ്ലാദ പ്രകടനമാണ്. ട്രംപിന്റെ വാക്കിലും ഭാവത്തിലുമുണ്ട് സന്തോഷത്തിന്റെ അലതല്ലൽ. ട്രംപിനെ സംബന്ധിച്ച് തന്റെ രാഷ്ട്രീയ വിജയമാണ്. 2ാം തവണ അധികാരമേറുമ്പോൾ ട്രംപിന്റെ വാഗ്ദാനമായിരുന്നു താൻ ഇടപെട്ട് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുമെന്ന്. ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. പക്ഷേ ട്രംപിന്റെ അവകാശവാദങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പദ്ധതി പൂർണ്ണമായും സഫലമാക്കുക അത്ര എളുപ്പമല്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കാണാതിരിക്കാനാകില്ല. നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി തെളിയിക്കുക കൂടിയായിരുന്നു സമാധാന ധാരണയോടുള്ള നെതന്യാഹുവിന്റെ വഴങ്ങൽ. ഹമാസിന്റെ എല്ലാ പ്രവർത്തകരെയും ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിന് അയവ് വരുത്തില്ലെന്ന നിലപാടിൽ നിന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പിന്നോട്ടു പോയിരിക്കുന്നത്. ഹമാസിന്റെ നിരായുധീകരണം മാത്രമാണ് ഇപ്പോൾ പ്രധാന ആവശ്യം. അത് അംഗീകരിക്കപ്പെടുമെന്നാണ് ധാരണ. പക്ഷേ വ്യക്തമായ ഉറപ്പുണ്ടായിട്ടില്ല. പക്ഷേ കരാർ വരികൾക്കിടയിൽ വായിക്കാതെ തന്നെ മനസ്സിലാകും ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ധാരണ ഇസ്രയേലിനെ പരോക്ഷത്തിൽ സഹായിക്കുന്നത് തന്നെയാണെന്ന്. ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് പലസ്തീന്റെ അധികാരം ഏറ്റെടുക്കുമെന്നതാണ് ഗാസ പദ്ധതിയിലെ ഒരു വ്യവസ്ഥ. ട്രംപിനൊപ്പം വിദേശ പ്രതിനിധികൾ ഉണ്ടാകും. പലസ്തീനിൽ നിന്നാകട്ടെ ടെക്നോക്രാറ്റുകൾ മാത്രം. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പലസ്തീൻ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. ഹമാസിന്റെ നിരായുധീകരണം നടപ്പായി കഴിഞ്ഞാൽ നെതന്യാഹു ഗാസ പിടിച്ചെടുക്കാനുള്ള തന്റെ തന്ത്രവുമായി വീണ്ടും ഇറങ്ങുമോ എന്ന ആശങ്ക അവിടെ അവശേഷിക്കുന്നുമുണ്ട്. ഇസ്രയേലി സൈന്യം എത്രത്തോളം പ്രദേശം വിട്ടു നൽകുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ചില മേഖലകളിൽ നിന്നുള്ള പിന്മാറ്റത്തിന് മാത്രമാണ് ഇപ്പോൾ അംഗീകാരം. ഗാസയുടെ പകുതിയിലധികം പ്രദേശങ്ങൾ തങ്ങൾ കൈവശം വെച്ചേക്കുമെന്ന നിലപാടിലാണ് ഇസ്രയേലി സൈന്യം. അപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറായി ഇത് മാറുമോ എന്ന സംശയം നിലനിൽക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ 2023 നവംബറിലെയും 2025 ജനുവരിയിലെയും വെടിനിർത്തൽ കരാറിനേക്കാൾ പ്രതീക്ഷ വയ്ക്കാവുന്നതുമാണ്.
പക്ഷേ ഇനി ട്രംപിന്റെ ഇടപെടൽ വരാൻ പോകുന്ന, അതായത് 2026 നൊബേൽ സമ്മാനം സ്വപ്നം കണ്ടുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ, അത്രത്തോളം ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഗാസയിൽ സമാധാനം പുലരൂ. അതിന് ദീർഘകാല ഇടപെടൽ ആവശ്യമാണ്. പ്രാദേശിക ശക്തികളുടെ പിന്തുണയും വേണം. ബന്ദിമോചനം എന്ന ഇസ്രയേലിന്റെ ഏറ്റവും പ്രാഥമിക ആവശ്യം നടന്ന ശേഷം കണ്ടറിയാം കരാർ എത്രത്തോളം നടപ്പാകുന്നുവെന്ന്.